ഉത്തർപ്രദേശ് സർക്കാരിന്റെ പരിപാടി കൈകാര്യം ചെയ്യുന്നതിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി മഹാകുംഭമേളയുടെ ഭരണവും നടത്തിപ്പും ഉടൻ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറണമെന്ന് സമാജ്വാദി പാർട്ടി മേധാവി കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു. എത്ര ചെരുപ്പുകളും വസ്ത്രങ്ങളും അവിടെ കിടന്നിരുന്നുവെന്ന് ദൈവത്തിനറിയാം. അതൊക്കെ എവിടെയാണ് കൊണ്ടുപോയി നിക്ഷേപിച്ചതെന്നും ആർക്കും അറിയില്ല. ഉദ്യോഗസ്ഥരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയും മധുരം വിളമ്പിയും സത്യം മറച്ചുവെക്കാനാണ് കേന്ദ്രവും സംസ്ഥാനവും ശ്രമിക്കുന്നതെന്ന് അഖിലേഷ് യാദവ് പറയുന്നു. 1954 കുംഭമേളയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർ മരിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ സംസാരിക്കുകയും ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം പുറത്തുവിടുകയും ചെയ്തിരുന്നുവെന്നും അഖിലേഷ് ഓർമ്മിപ്പിച്ചു. മരണസംഖ്യ കൂടാതെ ഭക്ഷണം, വെള്ളം, ഗതാഗതം, ഡോക്ടർമാർ, മരുന്ന്, ചികിത്സ എന്നിവയുടെ ലഭ്യതയെക്കുറിച്ചുള്ള ഡേറ്റ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും അഖിലേഷ് ആവശ്യപ്പെട്ടു. ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ കൊല്ലപ്പെടുകയും 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ്. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ സംസ്ഥാന സർക്കാർ മറച്ചുവെക്കുകയാണെന്ന് മുൻ മുഖ്യമന്ത്രി കൂടിയായ അഖിലേഷ് ആരോപിക്കുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.